ഹായ്, കോവിഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വ്യാജ വാർത്തകൾ വരുന്നത് നമ്മുടെ വാട്സപ്പ് വഴിയാണ്. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ ഒരു ബോട്ട് സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. അതായത് COVID-19 ബന്ധപ്പെട്ട ആധികാരിക വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബോട്ട് സംവിധാനം വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. ഇതാണ് സംഭവം. ഇത് ഒരു മൊബൈൽ നമ്പറുണ്ട്. ആ മൊബൈൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വാട്സപ്പിലോട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നത് പോലെ തന്നെ ഇതിൽ ഹായ് എന്ന് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ COVID-19 ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ, ഒരു ഓപ്ഷൻസ് വരും. അത് നമുക്ക് അതിൽ ഏത് വേണം നമുക്ക് ആവശ്യമുള്ള തിരഞ്ഞെടുത്ത് നമുക്ക് അതിൻ്റെ നിർദ്ദേശങ്ങൾ പിന്തുടരാനായിട്ട് പറ്റും. ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹായ് കൊടുത്തതിന് ശേഷം ഇത് വരും. ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ വിവരങ്ങൾ, കോവിഡിനെ പറ്റിയുള്ള ഇപ്പോഴുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കിട്ടും. പിന്നെ രണ്ടാണെന്നുണ്ടെങ്കിൽ കോവിഡിനെ കുറിച്ച് കൂടുതൽ അറിയാം, അങ്ങനെ അടുത്ത വ്യാപനം തടയാൻ, പിന്നെ പൊതുജനങ്ങൾക്കുള്ള അവബോധം, ബാധിത രാജ്യത്ത് നിന്നുള്ള ഒരു യാത്രക്കാരനാണ് നമ്മളെങ്കിൽ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള നിർദ്ദേശങ്ങൾ, അങ്ങനെ എല്ലാ മുൻകരുതലുകൾ നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് ഇതുവഴി എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് വോളണ്ടറിയായിട്ട് പ്രവർത്തിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. അപ്പോൾ ഈ COVID-19 നമുക്ക് പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് വാട്സപ്പ്. നമുക്ക് അതുവഴി നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക. ഞാനതിൽ ഏതൊക്കെ ഒരു ഓപ്ഷൻ ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നോക്കാം. ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. ഒന്ന് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ വിവരങ്ങളെന്നാണ്. അപ്പോൾ ഒന്ന് ടൈപ്പ് ചെയ്തു. ഒന്ന് ടൈപ്പ് ചെയ്തപ്പോഴത്തേക്കും COVID-19 ഡെയിലി ഉള്ള വിവരങ്ങളാണ്. ഡെയിലി ബുള്ളറ്റിൻ എന്ന് പറയുന്ന സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ആ ഡെയിലി ബുള്ളറ്റിൽ ഓരോ ഡേറ്റയും കൊടുത്തിട്ടുണ്ട്. 31-ാം തീയതി തൊട്ട് ഡേറ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇന്നത്തെ വന്നിട്ടില്ല, ഇന്ന് രാവിലെ ആയിട്ടേ ഉള്ളൂ. ഓക്കെ, മലയാളം ഇംഗ്ലീഷ് 2 ലാംഗ്വേജ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ആധികാരികമായിട്ടുള്ള പൊതുജനങ്ങൾക്കുള്ള ഫുൾ അറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ, ഇന്ന് എത്ര ജില്ലകളിൽ നിരീക്ഷണത്തിലുള്ളവരുടെ വിവരങ്ങൾ, അതുപോലെ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ള ക്രമം എല്ലാ ജില്ല അടിസ്ഥാനമാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ജില്ലാ തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പലതരത്തിലുള്ള കണക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു സംവിധാനം ആരോഗ്യവകുപ്പിൻ്റെതാണ്, ഉപയോഗിക്കുക. താങ്ക് യു.